വേൾഡ് കപ്പിലേക്കുള്ള ഫ്രാൻസിന്റെ സ്ക്വാഡ് നിങ്ങൾ കണ്ടോ? എന്താണ് സംഭവം? ആരൊക്കെയാണുള്ളത്? ലയണൽ മെസ്സി PSG എത്തിയ ആ ഒരു കാലം നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഡിഫൻസും മിഡ്ഫീൽഡും അറ്റാക്കേഴ്സും ഒക്കെ ഒന്നിനൊന്ന് മെച്ചമുള്ള ആ സ്ക്വാഡിനെ കണ്ടിട്ട് പലരും ചോദിച്ചിരുന്ന ചോദ്യമായിരുന്നു, ഇതെന്താ പെസോ എന്നത്. അതുപോലെ ഫ്രാൻസിന്റെ സ്ക്വാഡിലേക്കൊന്ന് നോക്കൂ. ഏറ്റവും പിറകിൽ കളിക്കുന്ന താരം മുതൽ ഏറ്റവും ഫ്രണ്ടിൽ കളിക്കുന്ന താരം വരെ യൂറോപ്പിൽ കളിച്ച് പേരെടുത്ത പ്ലേയേഴ്സുകൾ. കെലിയൻ എംബാപ്പെ, ഡെംബെലെ, ഷെർക്കി, കാൻഡെ, ഒബമക്കാനോ, അങ്ങനെ ഒരുപാടുണ്ട്. ബെഞ്ച് സ്ട്രെങ്ത്തും അപാരം. 2018 ചാമ്പ്യന്മാരായതും 2022 റണ്ണേഴ്സ് ആയതൊന്നും വെറുതെയല്ല. 2026 എത്തുന്നതും അതേ സ്ട്രെങ്തോടു കൂടിയാണ്. ആരൊക്കെ ആദ്യ ലെവലിൽ കൊണ്ടുവരുമെന്നുള്ള കൺഫ്യൂഷൻസ് ഒന്നും വേണ്ട. അതിലൊക്കെ കൃത്യമായ ഡിസിഷൻസ് എടുക്കാൻ പ്രാപ്തനായ മാനേജറാണ് അവർക്കുള്ളത്, ദശാംസ്. എവിടെ ആരൊക്കെ എങ്ങനെയൊക്കെ ഇറക്കണമെന്ന കൃത്യമായ ബോധ്യം അയാൾക്ക് മുമ്പിലുണ്ട്. അത് നമ്മൾ മുമ്പ് കണ്ടിട്ടുള്ളതുമാണ്. സോ 2026 വേൾഡ് കപ്പിൽ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ടീമാണ് ഫ്രാൻസ്.